ഞാൻ ബാസി രാവിലെ ട്രഷറിയിൽ പോയി വാപ്പമാരുടെ സാലറി ഒക്കെ വാങ്ങി ലീവ് കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ പോകാൻ വേണ്ടി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ വെള്ളപ്രാവിനെ ഞാൻ കാണുന്നത്. ഈ പ്രായത്തിന് പുള്ളിയുടെ ആ വെളുപ്പും ലുക്കും കേട്ടോ, ഹൈ എന്താലേ. ഇവരെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്റെ കോളേജിൽ ഇത് ഓർത്തിരുന്നുണ്ട്. പ്രായം നമ്മളെക്കാട്ടി കൂടുതലാണെങ്കിലും ഈ അലിൻജോസ് പെരേനെ പോലെ ചാടിത്തുള്ളിയാണ്. അതുകൊണ്ട് ഇവനെ പോലെ ഇരിക്കണവനെ നമുക്ക് മറക്കാൻ പറ്റൂല. 3.5 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോയിട്ട് ഇത്ര തിരക്കില്ലാണ്ട് പോകുന്നത്, അതും ജനറൽ കമ്പാർട്ട്മെന്റിൽ. ചിലരൊക്കെ ഇരുന്നും കിടന്ന് ഓടിയണമെന്നൊക്കെ ഉറങ്ങുന്നുണ്ട്. നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി എറണാകുളം പാലം കഴിയുമ്പോൾ ബസിന്റെ ഉള്ളിലൊരു വിങ്ങല, എന്തോന്നില്ലാത്തൊരു വിങ്ങൽ. പണ്ട് നമ്മുടെ നാട്ടിൽ രാത്രി ബാറ്റ്മാൻ ഇറങ്ങുന്ന പോലെയാണ് ട്രെയിനിൽ ഇവർ വരുന്നത്. അത് എന്റെ നിലയ്ക്ക് തൊട്ടിട്ട് ഫസ്റ്റ് ബെൽ മൂവിയിൽ ഹരിശ്രേഷോകം പറയുന്ന പോലെ കുറെ ഡയലോഗ്. മുഖലക്ഷണം ഒന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖം. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയത്തില്ല. 5 രൂപ തന്നാ 2 രൂപയുടെ ഫലം പറയും. എന്റെ കയ്യിൽ ആകെ 2 രൂപയുള്ളായിരുന്നു, അതുകൊണ്ട് 2 രൂപ വാങ്ങി 1 രൂപയുടെ തെറിയും പറഞ്ഞ അവര് പോയി. ഇതാണ് തമിഴ്നാട്ടിലെ സുവർണലിംഗ പാപ്പാടിത്തടവ. ഇയാളെന്നെ നോക്കിയപ്പോ ഞാൻ അറിയാണ്ടൊന്ന് ചിരിച്ചാണ്. ഇയാളെ തള്ളിയിട്ട് ലാസ്റ്റ് ഞാൻ ട്രെയിനിൽ നിന്ന് ചാടിയാലോ എന്ന് വരെ കരുതിപ്പോയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇയാളൊരു സ്നേഹമുള്ള നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ തിരിച്ച് ഞാനും തിരിച്ചു തള്ളി കുറെയൊക്കെ. ഞാൻ പറഞ്ഞു എന്റെ വീടിന്റെ തൊട്ട് സൈഡിൽ എയർപോർട്ടാണെന്ന്. അത് കണ്ടുപിടിച്ച് എന്റെ വാപ്പാന്നൊക്കെ വെറുതെ അങ്ങോട്ട് തള്ളി. ലാസ്റ്റ് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാൻ എന്റെ വീഡിയോ ഇട്ട് കൊടുത്തു. അതും കണ്ട് മിണ്ടാണ്ട് അങ്ങനെ എന്താ മാന്യമായ ശരിയല്ലേ, കയ്യിലെന്താ ഇരിക്കുന്നത് നോക്കി. കേരളം വിട്ട ഇങ്ങനെ പിന്നെ ബിഫോർ ക്ലാപ്പ് അടിക്കുന്ന ഒരുപാട് ഹാൻഡ്സ് ടീംസിനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചേരത്ത് ഉറക്കം കഴിഞ്ഞ് ഞാനിങ്ങനെ എണീറ്റപ്പോ നമ്മുടെ തമിഴ്നാടിന്റെ അണ്ണനുമായിട്ട് ഞാനൊരു സെൽഫി എടുത്തു. ഞാൻ പാവപ്പെട്ടൻ എന്റെ ഹെഡ്ഫോൺ എന്ന് വെച്ചപ്പോ ഞാൻ വെറുതെ അങ്ങോട്ട് കൊടുത്തു, ഒന്ന് കേട്ടോക്കട്ടെ. പുള്ളിയുടെ ആട്ടം കണ്ടപ്പോ ഞാൻ കരുതി ഇനി പാട്ടാണോ മൗലൂദാണോ പഠിച്ചോ ഞാൻ ഇട്ടുകൊടുത്തു. ഇതാണ് കഴിച്ചിട്ട് ആഫ്റ്റർ ക്ലാപ്പ് അടിക്കണ ഭീമലി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. അപ്പൊ അടുത്ത വീട്ടിൽ കാണാം. ബൈ ഫ്രം ബാസി.